മൈത്രേയ ഉവാച. മൈത്രേയൻ തുടർന്ന് കഥ വിദുരരോട് പറയുകയാണ്. മൈത്രേയ മുനി പറഞ്ഞു, ചക്രവർത്തിയായിരുന്നിട്ടും ഋഷി സഹജമായ ജ്ഞാനവും വിരക്തിയും ഭക്തിയും ഒത്തുചേർന്ന പൃഥു പരമപുരുഷാർത്ഥപ്രാപ്തിക്ക് ഉപകരിക്കുന്ന മാർഗത്തെ ലോകർക്ക് വ്യക്തമാക്കി കൊടുക്കുന്ന വാക്കുകളെ പ്രകാശിപ്പിച്ചപ്പോൾ ഭഗവാൻ അദ്ദേഹത്തെ അഭിനന്ദിച്ചു. മഹാരാജാവ് ഭഗവാനെ വീണ്ടും സ്തുതിച്ചു, നമസ്കരിച്ചു. അവിടുന്ന് പൃഥുവിനെ അനുഗ്രഹിച്ച ശേഷം പോകാനൊരുമ്പെട്ടു. ചക്രവർത്തിയായിരുന്നിട്ടും ഋഷി സഹജമായ ജ്ഞാനവും വിരക്തിയും ഭക്തിയും ഒത്തുചേർന്ന പൃഥു. ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ് ഭാരതീയ സംസ്കൃതിയുടെ മഹത്വം. ആധ്യാത്മികതയ്ക്ക് വേണ്ടി ഭൗതികതയെയോ ഭൗതികതയ്ക്ക് വേണ്ടി ആധ്യാത്മികതയെയോ ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല. ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കും. ഒരർത്ഥത്തിൽ, വളരെ വിശാലമായ അർത്ഥത്തിൽ ഇതൊന്നു തന്നെയാണ്. ചക്രവർത്തി ആയിരുന്നിട്ടും, സാധാരണ ചക്രവർത്തിയായി തീർന്നാൽ ഒരു കമ്പനിയുടെ, മൾട്ടിനാഷണൽ കമ്പനിയുടെ CEO തുടങ്ങിയ ഉയർന്ന പദവികൾ അലങ്കരിക്കുകയാണെങ്കിൽ അവർക്ക് അവരുടെ തന്നെ കാര്യങ്ങൾ ചെയ്യുവാനും ചിന്തിക്കുവാനും സമയം കിട്ടുകയില്ല. ആ കമ്പനിയുടെ കാര്യങ്ങളല്ലാതെ വേറെ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കുവാനുള്ള സമയം ഉണ്ടാവുകയില്ല സാധാരണഗതിയിൽ. ഇത് ആദിരാജാവാണ്. ആദ്യത്തെ ഒഫീഷ്യൽ അഡ്മിനിസ്ട്രേറ്ററാണ് പൃഥു മഹാരാജാവ്. ഒരു വലിയ രാജ്യത്തിൻ്റെ ഭരണാധിപനാണ്. എന്നിരുന്നിട്ടും അദ്ദേഹത്തിന് ദൈനംദിന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ നിസാരങ്ങളായിട്ടുള്ള കാര്യങ്ങളിൽ പോലും ഇടപെടേണ്ടി വരാം. എപ്പോഴും ഉയർന്ന തലങ്ങളിൽ മാത്രം വിഹരിക്കാൻ സാധിക്കുകയില്ല. അങ്ങനെ നിസാരങ്ങളായ കാര്യങ്ങളിൽ ഇടപെടേണ്ടി വരുന്ന ആളായിട്ട് പോലും ഇഷ്ടപ്പെടാത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടി വരാം. ചില തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കേണ്ടി വരാം. ഒരു ഭരണാധികാരിക്ക് പലതും ചെയ്യേണ്ടി വരാം. എന്നിട്ടും ഋഷി സഹജമായ ജ്ഞാനവും വിരക്തിയും ഭക്തിയും അദ്ദേഹത്തിൽ ഒന്നിച്ചിരുന്നു. ജ്ഞാനം മാത്രമല്ല, ജ്ഞാനമുണ്ടായാൽ സ്വാഭാവികമായും വിരക്തി ഉണ്ടാകും. അത് വെറുപ്പല്ല വിരക്തി. വിരക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്പമായതിനോടുള്ള ആസക്തി ഇല്ലായ്മയാണ് വിരക്തി. ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താ? ഇതെല്ലാം ഒന്നിൻ്റെ തന്നെ ആവിഷ്കാരമാണ് എന്ന തിരിച്ചറിവ്. ആ തിരിച്ചറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നിനോട് ആസക്തിയും മറ്റൊന്നിനോട് വെറുപ്പും ഉണ്ടാവുകയില്ല, രാഗദ്വേഷങ്ങൾ ഉണ്ടാവുകയില്ല. അപ്പോൾ ഋഷി സഹജമായ ജ്ഞാനവും വിരക്തിയും, വിരക്തി വെറുപ്പല്ല, താല്പര്യമില്ല, എന്തെങ്കിലും തൻ്റേതാക്കണം എന്ന ആഗ്രഹമില്ലായ്മയാണ് വിരക്തി. അതുകൊണ്ടൊരു വിരക്തന് നല്ല ഒരു സൂര്യോദയമോ സൂര്യാസ്തമനമോ ആസ്വദിക്കാൻ സാധിക്കും. പ്രകൃതി ഭംഗികൾ ആസ്വദിക്കാൻ സാധിക്കും. ജീവിതം കൊണ്ടുതരുന്ന അസുലഭങ്ങളായിട്ടുള്ള മുഹൂർത്തങ്ങളെ ആസ്വദിക്കാൻ സാധിക്കും. അതൊന്നും തൻ്റേതാക്കാനുള്ള വെമ്പലുണ്ടാവില്ല. ഋഷി സഹജമായ ജ്ഞാനവും വിരക്തിയും ഭക്തിയും, പരമമായതിനോടുള്ള ഭക്തി വാസ്തവത്തിൽ അപ്പോഴാണ് ഉണ്ടാവുക. ഇതെല്ലാം ഒന്നിൻ്റെ തന്നെ വൈഭവമാണ് എന്ന തിരിച്ചറിവുണർത്തുന്ന ഒരു അത്ഭുതത്തിൽ നിന്നാണ് ഈ ഭക്തി ഉടലെടുക്കുന്നത്. സാധാരണഗതിയിലുള്ള ഭക്തി തന്നേക്കാൾ ഉയർന്ന ഒരു ശക്തിയോടുള്ള ആരാധനയാണ്. ഇവിടെ ഭക്തി എന്ന് പറയുന്നത് പരമമായതിൻ്റെ ആവിഷ്കാര വൈഭവം കണ്ടിട്ടുണ്ടാകുന്ന ഒരു ഭക്തിയാണ്. ഇത് മൂന്നും കൂടി ഒത്തിണങ്ങി വരണം എന്നുണ്ടെങ്കിൽ, അതും ഒരു ചക്രവർത്തിയിൽ ഇത് മൂന്നും കൂടി ഇണങ്ങി വരണം എന്നുണ്ടെങ്കിൽ അത്ര എളുപ്പമല്ല.
അപ്പൊ അതുകൊണ്ടാണ് ചക്രവർത്തിയായിരുന്നിട്ടും എന്ന് പറഞ്ഞത്. ഋഷി സഹജമായ ജ്ഞാനവും വിരക്തിയും ഭക്തിയും ഒത്തുചേർന്ന പൃഥു. അപ്പൊ ഇതിന് ജ്ഞാനം, വിരക്തി, ഭക്തി ഇത് കിട്ടാൻ ഒന്നും ഉപേക്ഷിക്കേണ്ടതായിട്ടില്ല. തിരിച്ചറിവോടുകൂടി പെരുമാറിയാൽ മതി. ജീവിതത്തെ ഉപേക്ഷിച്ച് നേടേണ്ടതല്ല പരമമായ പദം. ഇപ്പൊ ജീവിതത്തെ ഉപേക്ഷിച്ച് പരമമായ പദം നേടാൻ വേണ്ടി പോയവരെല്ലാം നമ്മുടെ നാട്ടില് പലതും ചെയ്ത് നടക്കുകയാണ്. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകേണ്ട ഒരു കാര്യം, ഇതങ്ങനെ അത്ര പെട്ടെന്നൊന്നും ഉപേക്ഷിക്കാൻ സാധ്യമല്ല, ഉപേക്ഷിക്കേണ്ടതായിട്ടുമില്ല. ഇവിടെ ഒന്നും ത്യാജ്യമായിട്ടില്ല. കാരണം സൂക്ഷ്മമായ ചിന്തയിൽ ഇതൊന്നും എൻ്റേതല്ല, എൻ്റേതല്ലാത്ത ഒരു കാര്യം ഞാൻ എങ്ങനെയാ ത്യജിക്കുക? അതുകൊണ്ട് ഭാരതീയ സംസ്കൃതിയിൽ ഈ ഒരു ത്യാഗം അത്ര പ്രധാനമല്ല. ഇത് രണ്ടും കൂടി കൂട്ടി ഇണക്കി കൊണ്ടുപോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും വൈഷമ്യമേറിയതും. ചക്രവർത്തിയായിരുന്നിട്ടും ഋഷി സഹജമായ ജ്ഞാനവും വിരക്തിയും ഭക്തിയും ഒത്തുചേർന്ന പൃഥു പരമപുരുഷാർത്ഥ പ്രാപ്തിക്ക് ഉപകരിക്കുന്ന മാർഗത്തെ ലോകർക്ക് വ്യക്തമാക്കി കൊടുക്കുന്ന വാക്കുകളെ പ്രകാശിപ്പിച്ചപ്പോൾ, ഇപ്പൊ പൃഥു മഹാരാജാവും മഹാവിഷ്ണുവും തമ്മിലുള്ള സംവാദത്തിലൂടെ കേട്ടുനിന്നവർക്ക് എന്താ വ്യക്തമായത്? പരമപുരുഷാർത്ഥ പ്രാപ്തിക്ക് ഉപകരിക്കുന്ന മാർഗം. നമ്മൾ വളരെ വിശദമായിട്ടത് കേട്ടു. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സ്വധർമാനുഷ്ഠാനമാണ്. അവബോധത്തോടുകൂടി, അവയർനെസ്സോടുകൂടിയുള്ള സ്വധർമാനുഷ്ഠാനം. സ്വധർമ്മം എന്തുമായി കൊള്ളട്ടെ, അതിൻ്റെ അനുഷ്ഠാനം. ആ അനുഷ്ഠാനമാണ് പരമമായ പദത്തിലേക്ക് ഒരാളെ എത്തിക്കുക. അതായത് ജീവിക്കുമ്പോഴാണ് പരമമായ പദത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള വഴി വെളിപ്പെട്ട് കിട്ടുന്നത്. അതുകൊണ്ട് അദ്ദേഹം ഈ രണ്ടും, ഭൗതികതയും ആധ്യാത്മികതയും ഒത്തുചേർന്ന പൃഥു പരമപുരുഷാർത്ഥ പ്രാപ്തിക്ക് ഉപകരിക്കുന്ന മാർഗത്തെ ലോകർക്ക് വ്യക്തമാക്കി കൊടുക്കുന്ന വാക്കുകളെ പ്രകാശിപ്പിച്ചപ്പോൾ, ഇവർ തമ്മിലുള്ള സംവാദത്തിലൂടെ കേട്ടുനിന്നവർക്ക് വ്യക്തമായത് പരമപുരുഷാർത്ഥ പ്രാപ്തിക്ക് ഉപകരിക്കുന്ന മാർഗമാണ്. അങ്ങനെ വ്യക്തമാക്കിയ പ്രകാശിപ്പിച്ചപ്പോൾ ഭഗവാൻ അദ്ദേഹത്തെ അഭിനന്ദിച്ചു. വരം എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ ടപേ എന്ന് പറഞ്ഞങ്ങ് വരം ചോദിച്ചാൽ മതിയായിരുന്നു. അങ്ങനെ ചോദിച്ചില്ല. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ നമുക്ക് പല കാര്യങ്ങളുമാണ് വെളിപ്പെട്ട് കിട്ടിയത്. അങ്ങനെ ഭഗവാന്റെ തന്നെ ഉള്ളിലിരിക്കുന്ന അറിവുകളെ പുറത്തേക്ക് കൊണ്ടുവരത്തക്ക വിധത്തിലുള്ള സംഭാഷണം നടത്തിയതിന്, ഇവർ തമ്മിലുള്ള സംഭാഷണം എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് കോൺവെർസേഷൻ ആയിരുന്നില്ല, അതൊരു പബ്ലിക് കോൺവെർസേഷനാണ്. ഇപ്പോഴും അത് പബ്ലിക് ഡൊമൈനിൽ തന്നെയാണ്. അത് പബ്ലിക് ഡൊമൈനിൽ തന്നെ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്കെല്ലാം മാർഗദർശകങ്ങളാണ് ഇവരുടെ സംവാദം. അപ്പം അങ്ങനെ ഇദ്ദേഹം കൃത്യമായ ചോദ്യങ്ങളും കൃത്യമായ കാര്യങ്ങളും പറഞ്ഞതുകൊണ്ടാണ് ഇതെല്ലാം വ്യക്തമാക്കപ്പെടാൻ ഇടയായത്. അതിന് ഭഗവാൻ അദ്ദേഹത്തെ അഭിനന്ദിച്ചു. മഹാരാജാവ് ഭഗവാനെ വീണ്ടും സ്തുതിച്ചു, നമസ്കരിച്ചു. ഭഗവാനെ എത്ര സ്തുതിച്ചാലും ഇദ്ദേഹത്തിന് മതിയാവുന്നില്ല. കാരണം ഈ മതി ആവുന്നത് അറിയുന്നതിനെ ഭൂതകാലത്തിലേക്ക് ഒളിപ്പിച്ചു വെക്കുമ്പോഴാണ്. ഓർമ്മകളുടെ ചെപ്പിൽ വർത്തമാന കാലഘട്ടത്തിലെ അറിവുകളെ, അനുഭവങ്ങളെ ഒളിപ്പിച്ചു വെക്കുമ്പോഴാണ് മതി ആവുന്നത്. ഭൂതകാലത്തിലേക്ക് വർത്തമാനകാലത്തെ തള്ളിവിടാതെ വർത്തമാനകാലത്തിൽ നിന്നുകൊണ്ട് തന്നെ കാര്യങ്ങൾ അനുഭവിക്കുകയാണ് എങ്കിൽ ആവർത്തന വിരസതയുണ്ടാവുകയില്ല. ആവർത്തന വിരസത വരുന്നത് നമ്മൾ ഇൻഫർമേഷൻ എന്നുള്ള അർത്ഥത്തിൽ ഗ്യാദർ ചെയ്യുമ്പോഴാണ്. നേരെ മറിച്ചിട്ട് അറിഞ്ഞു
എന്നതിനേക്കാൾ ഉപരി അറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ വരുന്ന അനുഭവങ്ങളും അറിവുകളും ഒക്കെ പുതിയതായിരിക്കും എപ്പോഴും. അത് പുതിയതാകുമ്പോൾ എപ്പോഴും അത് അത്ഭുതത്തെ ഉണർത്തിക്കൊണ്ടിരിക്കും. ഉണരുന്ന അത്ഭുതം സ്തുതിക്കുവാനും നമസ്കരിക്കുവാനും ഒക്കെ സദാ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് മഹാരാജാവ് ഭഗവാനെ വീണ്ടും സ്തുതിച്ചു, നമസ്കരിച്ചു. അവിടുന്ന് പൃഥുവിനെ അനുഗ്രഹിച്ച ശേഷം പോകാൻ ഒരുമ്പെട്ടു. വീണ്ടും അനുഗ്രഹിച്ചു. അപ്പൊ ഭഗവാന് ഭക്തരെ എത്ര അനുഗ്രഹിച്ചാലും മതിയാവില്ല. ഭക്തർക്ക് ഭഗവാനെ എത്ര സ്തുതിച്ചാലും നമസ്കരിച്ചാലും മതിയാവില്ല. ഇതൊരു പാരസ്പര്യമാണ്. ഈ പാരസ്പര്യത്തിന് രണ്ടും വേണം. ഭഗവാന്റെ മഹത്വം വെളിപ്പെടാനായി ഭക്തർ അനിവാര്യമാണ്. ഭക്തരുടെ സ്വസ്വരൂപം വെളിപ്പെടുത്തുവാനായി ഭഗവത് അനുഗ്രഹവും അനിവാര്യമാണ്. ദേവന്മാർ, ഋഷിമാർ, പിതൃക്കൾ, ഗന്ധർവന്മാർ, സിദ്ധന്മാർ, ചാരണന്മാർ, പന്നകങ്ങൾ, കിന്നരന്മാർ, അപ്സരസ്സുകൾ, മനുഷ്യർ, പക്ഷികൾ, മറ്റു ജീവജാലങ്ങൾ എന്നുവേണ്ട എല്ലാവരെയും ഭഗവാന്റെ അംശങ്ങളായി കാണുന്ന ചക്രവർത്തി സ്തുതിവചനങ്ങൾ കൊണ്ടും അനവധി സമ്മാനങ്ങൾ കൊണ്ടും വേണ്ടും വണ്ണം സത്കരിച്ചു. വന്നവരൊക്കെയും താന്താങ്ങളുടെ സ്ഥാനങ്ങളിലേക്ക് തിരിച്ചുപോയി. ഭഗവാന്റെ അനുചരന്മാരും പോകാൻ ഒരുങ്ങി. ഒരിക്കലും സ്ഥാനചലനമില്ലാത്തവനും സർവസമർത്ഥനും സ്വരൂപാനന്ദത്തിൽ ലയിച്ചിരിക്കുന്നവനുമായ ഭഗവാനും ഋത്വിക്കുകളുടെയും മറ്റ് വിപ്രശ്രേഷ്ഠന്മാരുടെയും മഹാരാജാവിൻ്റെയും മനസ്സിനെ അപഹരിച്ചുകൊണ്ട് സ്വസ്ഥാനമായ വൈകുണ്ഠത്തെ പ്രാപിച്ചു. ഭാഗവതത്തിലെ ഏകദേശം എല്ലാ വരികളും അമൃതതുല്യമാണ്. വീണ്ടും ഈ കാണുന്നതും കേൾക്കുന്നതും എല്ലാം ഭഗവത് അംശം തന്നെയാണ് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് വ്യാസഭഗവാൻ. ദേവന്മാർ, ഋഷിമാർ, പിതൃക്കൾ, ഗന്ധർവന്മാർ, സിദ്ധന്മാർ, ചാരണന്മാർ, പന്നകങ്ങൾ, പാമ്പുകൾ, കിന്നരന്മാർ, അപ്സരസുകൾ, മനുഷ്യർ, നമ്മളൊക്കെ, പക്ഷികൾ, മറ്റു ജീവജാലങ്ങൾ, ഒന്നിനെയും വിടുന്നില്ല. ജീവജാലങ്ങളെല്ലാം, ചരാചരങ്ങളായിട്ടുള്ള ജീവജാലങ്ങളെല്ലാം ഭഗവാന്റെ അംശങ്ങളാണ്. അപ്പോൾ ഒരു ഭഗവാൻ ഭക്തൻ എങ്ങനെയാണ് ഈ ലോകത്തെ കാണേണ്ടത്? ഭഗവാന്റെ അംശമായി. അങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അത് ഭക്തിയാണ് എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാത്ത ഭക്തി എന്നൊക്കെ പറയുന്നത് ഒരു വികാരം മാത്രമാണ്. അതുകൊണ്ടാണ് തൻ്റെ ദേവതയോട് ഭക്തി ഇല്ലാത്തവരോട് വിപ്രതിപത്തി ഉണ്ടാവുന്നത്. ഈ ഭക്തജനങ്ങൾക്ക് പൊതുവെ അവരുടെ ദേവതകളോട് താല്പര്യമില്ലാത്തവരോട് ഒരു താല്പര്യക്കുറവുണ്ട്. അത് ഭക്തിയല്ല, അത് വെറും വികാരമാണ്. ചിലർക്ക് മക്കളെ പറ്റി കേട്ടാൽ കരച്ചിൽ വരും, ചിലർക്ക് ഭർത്താക്കന്മാരെ പറ്റി കേട്ടാൽ കരച്ചിൽ വരും, ചിലർക്ക് ഭാര്യമാരെ പറ്റി കേട്ടാൽ കരച്ചിൽ വരും, ചിലർ അവരെ ആരാധിക്കുന്ന സിനിമാ താരങ്ങളെ പറ്റി കേട്ടാൽ കരയും, ചിലർക്ക് രാഷ്ട്രീയ പുരുഷന്മാരെ സ്ത്രീകളെയും കുറിച്ച് കേട്ടാൽ കരയും, ചിലർ ഈശ്വരനെ കുറിച്ച് കേട്ടാൽ കരയും. അത്രേ ഉള്ളൂ. ശരിക്കുമുള്ള ഭക്തി എന്ന് പറയുന്നത് ജീവിതത്തിൽ പ്രതിഫലിക്കണം. കാണുന്നതും കേൾക്കുന്നതും എല്ലാം ഈശ്വരൻ്റെ അംശമാണ് എന്ന് തിരിച്ചറിയുവാൻ സാധിക്കണം. ആ തിരിച്ചറിവോടുകൂടി എല്ലാവരോടും പെരുമാറണം. അത്ര എളുപ്പമല്ല ഭക്തി, അത്ര എളുപ്പമല്ല. മറ്റതൊക്കെ വേണമെങ്കിൽ ശുഷ്കമായ ഭക്തി എന്ന് പറയാം. സൂക്ഷ്മമായത് സ്ഥൂലമായതല്ല, ഇത് ഈശ്വരൻ്റെ അംശമാണ്. ദേവന്മാർ, ഋഷിമാർ, പിതൃക്കൾ, ഗന്ധർവന്മാർ, സിദ്ധന്മാർ, ചാരണന്മാർ, പന്നകങ്ങൾ, കിന്നരന്മാർ, അപ്സരസ്സുകൾ, മനുഷ്യർ, പക്ഷികൾ, മറ്റു ജീവജാലങ്ങൾ എന്നുവേണ്ട എല്ലാവരെയും ഭഗവാന്റെ അംശങ്ങളായി കാണുന്ന ചക്രവർത്തി. അതാണ് ചക്രവർത്തിയുടെ പ്രത്യേകത. അദ്ദേഹം എല്ലാം ഭഗവതംശമായിട്ടാണ് കാണുന്നത്. ഭാരതത്തില് വാസ്തവത്തില് ജീവൻ ഉള്ളത് മാത്രമല്ല,
ജീവനില്ലാത്തതിനെയും ഭഗവത് അംശമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് നമ്മൾ നർമ്മദയിലെ കല്ലുകളെ ശിവലിംഗമായിട്ട് ആരാധിക്കുന്നത്. ഗണ്ഡകി നദിയിലെ കല്ലുകളെ, വാസ്തവത്തിൽ കല്ലുകളല്ല അത്, അതിനെ സാളഗ്രാമം ആയിട്ട് ആരാധിക്കുന്നത്. നമ്മൾ പർവ്വതങ്ങളെ ഈശ്വരനായിട്ട് ആരാധിക്കും. വൃക്ഷങ്ങളെ ഒക്കെ ചരവും അചരവുമായിട്ടുള്ള ആനിമേറ്റ് ആൻഡ് ഇൻആനിമേറ്റ് ആയിട്ടുള്ളതെല്ലാം ഈശ്വരന്റെ അംശമാണ്, ഈശ്വരൻ തന്നെയാണ് എന്ന് പറഞ്ഞു തന്ന ഉദാത്തമായ സംസ്കൃതിയാണ് നമ്മുടെ പാരമ്പര്യം. ആ പാരമ്പര്യത്തിൽ വെറുതെ ഊറ്റം കൊണ്ടിട്ട് കാര്യമില്ല. ആ പാരമ്പര്യം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലൂടെ പ്രകടമാകണം. അപ്പോഴേ പാരമ്പര്യം ജീവിച്ചിരിക്കുന്നതായി തീരുകയുള്ളൂ, അല്ലെങ്കിൽ അത് ഫോസിലൈസ്ഡ് ആണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവുകയില്ല. ഊറ്റം കൊള്ളാനല്ലാതെ വേറെ ഒന്നിനും അത് ഉപകരിക്കുകയില്ല. ഇവിടെ ചക്രവർത്തി ഊറ്റം കൊള്ളുക മാത്രമല്ല ചെയ്തത്. ചക്രവർത്തിയുടെ അറിവ് ബുദ്ധിയുടെ തലത്തിൽ മാത്രം നിൽക്കുകയല്ല ചെയ്തത്. ചക്രവർത്തിയുടെ ഋഷിസഹജമായ അറിവ് പ്രവർത്തികളിൽ പ്രതിഫലിച്ചു. അറിവ് പ്രവൃത്തിയിൽ പ്രതിഫലിക്കണം. പ്രവൃത്തിയിൽ പ്രതിഫലിക്കാത്ത അറിവ് ഏട്ടിലെ പശുവിനെ പോലെയാണ്. അത് പുല്ല് തിന്നുകയുമില്ല, പാല് തരികയുമില്ല. അതുകൊണ്ട് അറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ആ അറിവ്, അതാണ് മോഡേൺ എഡ്യൂക്കേഷൻ സിസ്റ്റവും ഭാരതീയ വിദ്യാഭ്യാസ സമ്പ്രദായവും തമ്മിലുള്ള വ്യത്യാസം. മോഡേൺ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നിങ്ങൾ അറിഞ്ഞതിനനുസരിച്ച് പെരുമാറിയില്ലെങ്കിലും നിങ്ങൾ അറിവുള്ളവർ തന്നെയാണ്. ഇപ്പൊ വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ പല സ്കൂളുകളിലും കൊടുക്കുന്നുണ്ട്, പലയിടത്തും അതിന് പരീക്ഷകളുമുണ്ട്. വാല്യൂ ബേസ്ഡ് ജീവിതം ഉണ്ടാകണമെന്നില്ല, ആ പരീക്ഷ പാസ്സാവണം. പക്ഷെ വാല്യൂ ബേസ്ഡ് എക്സാമിനേഷൻ എഴുതി പാസ്സാവണം. പക്ഷെ വാല്യൂ ബേസ്ഡ് ലൈഫ് ഉണ്ടായിക്കൊള്ളണം എന്നില്ല. പക്ഷെ ഭാരതീയ സംസ്കൃതിയിൽ അതല്ല. നിങ്ങൾ അറിഞ്ഞു എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. ആ അറിവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനം. ഗുരുനാഥൻ അറിഞ്ഞത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പ്രതിഫലിക്കുന്നുണ്ടോ എന്നറിയുവാനാണ് ശിഷ്യൻ ഗുരുവിനോടൊപ്പം സഹവസിക്കുന്നത്. അറിവ് നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിക്കണം, നമ്മുടെ പ്രവൃത്തികളിൽ പ്രതിഫലിക്കണം. ഈ കാണുന്ന ചരാചരാത്മകമിതം വിഷ്ണുരേവന സംശയം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചരാചരാത്മകമായ ഇത് മുഴുവൻ വിഷ്ണുവാണ് എന്ന ഉത്തമ ബോധ്യത്തോടുകൂടി ഇതുമായിട്ട് ഇടപഴകുമ്പോൾ ഉണ്ടാകണം. അല്ലാത്ത അറിവൊന്നും കൊണ്ട് വലിയ പ്രസക്തിയില്ല. കാരണം അതൊന്നിനും ഉപകരിക്കുന്നതല്ല. ദേവന്മാർ, ഋഷിമാർ, പിതൃക്കൾ, ഗന്ധർവന്മാർ, സിദ്ധന്മാർ, ചാരണന്മാർ, പന്നകങ്ങൾ, കിന്നരന്മാർ, അപ്സരസുകൾ, മനുഷ്യർ, പക്ഷികൾ, മറ്റു ജീവജാലങ്ങൾ എന്നുവേണ്ട എല്ലാവരെയും ഭഗവാന്റെ അംശങ്ങളായി കാണുന്ന ചക്രവർത്തി. ഈ ചക്രവർത്തിയെയാണ് നേരത്തെ വിശേഷിപ്പിച്ചത്. ചക്രവർത്തിയായിരുന്നിട്ടും ഋഷി സഹജമായ ജ്ഞാനവും വിരക്തിയും ഭക്തിയും. അപ്പൊ ഭക്തി എന്ന് പറയുന്നത് വളരെ ഉദാത്തമായ ഒരു തലമാണ്. എന്നേക്കാൾ ശക്തിയുണ്ട് എന്ന് ഞാൻ കരുതുന്ന ഒരാളോടുള്ള എൻ്റെ വികാരവായ്പല്ല ഭക്തി. ഭക്തി എന്ന് പറയുന്നത് ഞാൻ ആരാധിക്കുന്ന ഭഗവാന്റെ തന്നെ വൈഭവമാണ്, എൻ്റെ ചുറ്റുപാടുകളിലും കാണുന്നത് മുഴുവൻ എന്ന തിരിച്ചറിവാണ്. അതുകൊണ്ട് എന്ന് വേണ്ട എല്ലാവരെയും ഭഗവാന്റെ അംശങ്ങളായി കാണുന്ന ചക്രവർത്തി, അങ്ങനെയുള്ള ചക്രവർത്തി സ്തുതിവചനങ്ങൾ കൊണ്ടും അനവധി സമ്മാനങ്ങൾ കൊണ്ടും വേണ്ടും വണ്ണം സത്കരിച്ചു. ആരെ സത്കരിച്ചു? ഈ ചരാചരങ്ങളെ സത്കരിച്ചു. സ്തുതിവചനങ്ങൾ കൊണ്ട് സത്കരിച്ചു. കാക്കയെ കാണുമ്പം ഭഗവാന്റെ അംശമായിട്ട് കാണണം, എന്നിട്ട് അതിനെ സ്തുതിക്കണം. പ്രാവിനെ കാണുമ്പോഴും കറുത്ത നിറം കാണുമ്പം ഭഗവാന്റെ നിറം കറുപ്പാണെങ്കിലും കാക്കയുടെ കറുപ്പ് ആസ്വദിക്കാൻ എത്ര പേർക്ക് കഴിയുമെന്നറിയില്ല. വെള്ളപ്രാവിനെ എല്ലാവർക്കും സന്തോഷത്തോടെ ആരാധിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഈ കോൺട്രാസ്റ്റ് എടുത്തത്. വെള്ളപ്രാവിനെ കാണുമ്പോഴും അത് ഈശ്വരൻ്റെ അംശമാണ് എന്ന് മനസ്സിലാക്കണം. എട്ടുകാലികള്, പഴുതാരകള്,
പല്ലികള്, പാറ്റകള്, പൂമ്പാറ്റകള് എല്ലാം ഭഗവത് അംശമാണ് എന്ന് കാണാൻ സാധിക്കണം. അവയെ ഭഗവാന്റെ വൈഭവമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, ഭഗവത് വൈഭവ പ്രകടനമാണ് അവയെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സ്തുതിക്കാൻ സാധിക്കണം. അദ്ദേഹം അതുകൊണ്ട് സ്തുതിവചനങ്ങൾ കൊണ്ടും അനവധി സമ്മാനങ്ങൾ കൊണ്ടും വേണ്ടും വണ്ണം സത്കരിച്ചു. അപ്പൊ പ്രകൃതി മുഴുവൻ അദ്ദേഹത്തെ അനുഗ്രഹിക്കും. വന്നവരൊക്കെയും താന്താങ്ങളുടെ സ്ഥാനങ്ങളിലേക്ക് തിരിച്ചുപോയി. ഭഗവാന്റെ അനുചരന്മാരും പോകാൻ ഒരുങ്ങി. ഒരിക്കലും സ്ഥാനചലനമില്ലാത്തവനും സർവസമർത്ഥനും സ്വരൂപാനന്ദത്തിൽ ലയിച്ചിരിക്കുന്നവനുമായ ഭഗവാനും ഋത്വിക്കുകളുടെയും മറ്റു വിപ്രശ്രേഷ്ഠന്മാരുടെയും മഹാരാജാവിൻ്റെയും മനസ്സിനെ അപഹരിച്ചുകൊണ്ട് സ്വസ്ഥാനമായ വൈകുണ്ഠത്തെ പ്രാപിച്ചു. ഒരിക്കലും സ്ഥാനചലനമില്ലാത്തവൻ ആ സ്ഥാനം വിട്ട് മറ്റൊരു സ്ഥാനത്തേക്ക് പോയി. വൈരുദ്ധ്യങ്ങളുടെ സമഞ്ജസമായ സമ്മേളനമാണ് പരമമായ പൊരുള്. അദ്ദേഹത്തിന് സ്ഥാനചലനമില്ല, പിന്നെ അദ്ദേഹം എങ്ങോട്ടാ പോയത്? അപ്പോൾ ഒരിടത്തേക്കും പോകാനായിട്ടില്ലാത്ത ഭഗവാൻ വൈകുണ്ഠത്തിലേക്ക് പോയി. ഈ വൈരുദ്ധ്യങ്ങളിലൂടെയാണ് നമ്മളുടെ ഡിസ്കേഴ്സീവ് മൈൻഡ്, എല്ലാത്തിനെയും ജഡ്ജ് ചെയ്യുന്ന നമ്മളുടെ മനസ്സ്, ബുദ്ധി, അത് നിശ്ചലമാവുക. ആ നിശ്ചലതയിലാണ് പരമമായത് പ്രകാശിക്കുക. അപ്പോൾ ഒരിക്കലും സ്ഥാനചലനമില്ലാത്തവനും സർവസമർത്ഥനും. എന്താ അദ്ദേഹത്തിന്റെ സാമർഥ്യം? ദേവന്മാര്, ഋഷിമാര്, പിതൃക്കള്, ഗന്ധർവന്മാര്, സിദ്ധന്മാര്, ചാരണന്മാര്, പന്നകങ്ങള്, കിന്നരന്മാര്, അപ്സരസുകൾ, മനുഷ്യർ, പക്ഷികൾ, മറ്റു ജീവജാലങ്ങൾ, ഇവയൊക്കെ ആയിട്ട് അദ്ദേഹത്തിന് പ്രകടമാകാൻ സാധിക്കുന്നു. അതാണ് അദ്ദേഹത്തിന്റെ സാമർഥ്യം. സമർത്ഥനും സ്വരൂപാനന്ദത്തിൽ ഈ പലതായാലും തൻ്റെ യഥാർത്ഥത്തിലുള്ള ആനന്ദത്തിൽ ലയിച്ചിരിക്കുന്നവനുമായ, പലതുമായി തീർന്ന് അതിൽ ലോസ്റ്റ് ആവുന്നില്ല. പറവയായപ്പം ഭഗവാൻ അല്ലാതാകുന്നില്ല. ഗിരീഷ് കുമാർ ആയപ്പോൾ ഭഗവാൻ അല്ലാതാകുന്നില്ല. നിങ്ങൾ ഓരോരുത്തരുമായി തീരുമ്പോഴും ഭഗവാൻ അല്ലാതാകുന്നില്ല. ഭഗവാൻ സ്വരൂപാനന്ദത്തിൽ അപ്പോഴും ലയിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള ഭഗവാൻ ഋത്വിക്കുകളുടെയും മറ്റു വിപ്രശ്രേഷ്ഠന്മാരുടെയും മഹാരാജാവിൻ്റെയും മനസ്സിനെ അപഹരിച്ച്, മനസ്സെന്ന് പറഞ്ഞാൽ ചിന്തകളുടെ ആകത്തുകയാണ് മനസ്സ്, ചിന്തകളാണ് മനസ്സ്, അതിനെ അപഹരിച്ച്, അതായത് അവരുടെ മനസ്സ് നിശ്ചലമാക്കിക്കൊണ്ട് സ്വസ്ഥാനമായ വൈകുണ്ഠത്തെ പ്രാപിച്ചു. അദ്ദേഹത്തിന് സ്ഥാനചലനമില്ല. അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തെ ഉപേക്ഷിക്കുന്നില്ല. അപ്പം അദ്ദേഹം വൈകുണ്ഠത്തെ പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ ഈ ലോകമാണ് വൈകുണ്ഠം. ഇത് വേറെ എവിടെയോ ഉള്ളൊരു സ്ഥലമല്ല. ഈ ലോകം തന്നെയാണ്, വൈവിധ്യങ്ങളോട് കൂടിയിട്ടുള്ള ഈ ലോകം തന്നെയാണ് വൈകുണ്ഠം. സ്ഥാനചലനമില്ലാത്തയാളാണ് ഭഗവാൻ. പലതായി തീർന്നിട്ടും സ്വസ്വരൂപാനന്ദത്തിൽ ലയിക്കുന്നയാളാണ് ഭഗവാൻ. ആ ഭഗവാൻ എല്ലാവരുടെയും മനസ്സിനെ അപഹരിച്ചു എന്ന് പറഞ്ഞാൽ ചിന്തകളെ ഇല്ലാതാക്കി, എന്നിട്ട് വൈകുണ്ഠത്തെ പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം തന്നെയാണ് വൈകുണ്ഠം. ചിന്തകളില്ലാതെയായി തീരുമ്പോൾ മനസ്സിൽ പ്രതിഫലിക്കുന്നതാണ് വൈകുണ്ഠം. അതിനെ പ്രാപിച്ചു. നേരിൽ പ്രത്യക്ഷപ്പെട്ടു തന്നെ അനുഗ്രഹിച്ചവനും ദേവദേവനും സർവത്ര പ്രകാശിക്കുന്നവനുമായ ശ്രീ വാസുദേവൻ കാഴ്ചയിൽ നിന്നു മറഞ്ഞപ്പോൾ അവിടുന്ന് പോയ ദിക്കിലേക്ക് നോക്കി നമസ്കരിച്ചിട്ട് മഹാരാജാവും തൻ്റെ രാജധാനിയിലേക്ക് യാത്രയായി. നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് തന്നെ അനുഗ്രഹിച്ചവനും, പരോക്ഷാനുഭൂതിയല്ല, അപരോക്ഷാനുഭൂതിയാണ്, ഡയറക്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഇന്ദ്രിയാതീതമായ തലത്തിലുള്ള നേരിട്ടുള്ള അനുഭവമാണ് ഇദ്ദേഹത്തിനുണ്ടായത്. നേരിൽ പ്രത്യക്ഷപ്പെട്ട് തന്നെ അനുഗ്രഹിച്ചവനും ദേവദേവനും സർവത്ര പ്രകാശിക്കുന്നവനുമായ, എല്ലായിടത്തും പ്രകാശമായിട്ട് എല്ലാത്തിനെയും വെളിപ്പെടുത്തി തരുന്ന ആ പരമ്പൊരുൾ, ആ ശ്രീ വാസുദേവൻ കാഴ്ചയിൽ നിന്ന് മറഞ്ഞപ്പോൾ, ആ അനുഭവം സ്ഥിരമായിട്ട് ആ ഉയർന്ന തലത്തിൽ അങ്ങനെ നിൽക്കാൻ പറ്റില്ല. നമ്മുടെ ബ്രെയിൻ അതിന് സജ്ജമല്ല. അപ്പം അത് കുറച്ച് കഴിഞ്ഞാൽ എക്സൈറ്റഡ് ആകണം, താഴ്ന്നു വരണം. കാഴ്ചയിൽ നിന്ന് മറഞ്ഞപ്പോൾ അവിടുന്ന് പോയ ദിക്കിലേക്ക്, ഇത് കാഴ്ചയിൽ നിന്ന് മറയുമ്പോൾ നോൺ ഡ്യുവാലിറ്റിയിൽ നിന്ന് ഡ്യുവാലിറ്റിയിലേക്ക് വരും. ഫുൾ ടൈം നോൺ ഡ്യുവൽ സ്റ്റേറ്റിൽ നിൽക്കാൻ പറ്റില്ല. കാഴ്ചയിൽ നിന്ന് മറഞ്ഞപ്പോൾ
അവിടുന്ന് പോയ ദിക്കിലേക്ക് നോക്കി നമസ്കരിച്ചിട്ട് മഹാരാജാവും തൻ്റെ രാജധാനിയിലേക്ക് യാത്രയായി. ഇവിടെ 20ാമത്തെ അധ്യായം അവസാനിക്കുകയാണ്. ഇതി ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ ചതുർത്ഥസ്കന്ധേ 20ാധ്യായ.